കേരളത്തിൽ പല കഷണങ്ങളായി ഛിന്നഭിന്നമായ സലഫി ഇസ്ലാമിൻ്റെ ഏറ്റവും തീവ്രമായ നിലപാടുള്ള ഒരു കഷണമാണ് വിസ്ഡം മുജാഹിദ്. ഇന്ന് വിസ്ഡം മുജാഹിദുകാരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുണ്ടായ കാലത്തെ യാഥാസ്ഥിതികരെന്ന് പറയപ്പെടുന്ന സുന്നികളെക്കാൾ അധപ്പതിച്ചവരായിട്ടാണ് അവർ കാണപ്പെടുന്നത്. ഇവിടുത്തെ കാന്തപുരം മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സുന്നി വിഭാഗത്തിൻ്റെ അത്ര പോലും ആധുനിക കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധം യാഥാസ്ഥിതികത്വത്തിൻ്റെ ചള്ളിക്കുണ്ടിൽ മൂക്കുകുത്തി കഴിയുന്ന അവസ്ഥയാണ് അവരിൽ കാണുന്നത്. ഈ കൂട്ടരാണ് ഇന്ന് കേരളത്തിലുടനീളം ഇസ്ലാമിക പ്രചാരണം നടത്തിക്കൊണ്ട് പലതരം വിടുവായത്തങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തുള്ളത്. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ കൂടുതൽ വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയും സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ ദുർഗന്ധപൂരിതമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിസ്ഡം സലഫികൾ. അതുകൊണ്ട് തന്നെ വിസ്ഡം സലഫികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾക്ക് ഞങ്ങളൊക്കെ കുറച്ച് പ്രാധാന്യം അടുത്ത കാലത്തായി കാണുന്നുമുണ്ട്. ഇവർ ഇന്ന് കേരളത്തിൽ ഇസ്ലാം നേരിടുന്ന ആശയപരമായ പ്രതിസന്ധികൾക്ക് പരിഹാരമില്ല എന്ന് മനസ്സിലാക്കി കെണിയിലകപ്പെട്ട പെരിച്ചാഴിയുടെ അവസ്ഥയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വെപ്രാളത്തിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് കണ്ടത്. ഇവിടെ ഇസ്ലാമിനെതിരായിട്ട് നാനാഭാഗത്തു നിന്നും ആശയപരമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പല ഭാഗത്തു നിന്നും. അത്തരം വിമർശനങ്ങളൊക്കെ ഉയരാൻ കാരണക്കാരായത് ഇവരുടെ മുൻഗാമികളായ പ്രവർത്തകരും ഇവരിൽപ്പെട്ടവരും ഒക്കെ തന്നെയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന വിധത്തിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിധത്തിൽ ഈ മതപ്രചാരണം നടത്തി വന്നതിൽ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഈ സലഫി ഇസ്ലാമിസ്റ്റുകളാണ്. അവരുടെ സംവാദങ്ങളും അതുപോലെയുള്ള കോപ്രായങ്ങളുമാണ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഇത്രയും വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്നതിന് കാരണമാക്കിയത്. ക്രിസ്ത്യാനികൾക്ക് നേരെയും ഹിന്ദുക്കൾക്ക് നേരെയുമൊക്കെ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ മേക്കിട്ട് കയറിക്കൊണ്ട് പൊതുപരിപാടികൾ നടത്തി പൊതു ഇടങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആക്കം കൂട്ടുകയാണ് ഇക്കൂട്ടർ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ചെയ്തു വന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇവരെ ബോധ്യപ്പെടുത്തുന്നത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുമാണ് ഞങ്ങളൊക്കെ ആ കാലത്ത് ഇവരുടെ മതപ്രചാരണത്തിനെതിരായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, ഞാൻ കോഴിക്കോട് കഴിഞ്ഞ മാസം നടന്ന ഫാനോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഞാനും ലിയാഖത്ത് അലിയും കൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. മുർത്തദ് ഡയലോഗ് എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പ്രധാനമായിട്ടും ഈ വിസ്ഡം മുജാഹിദുകാരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. വിസ്ഡം മുജാഹിദുകാർ ഡയലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മതവിമർശകർക്ക് മറുപടി പറയാനെന്ന വ്യാജേന പലയിടത്തും പരിപാടികൾ നടത്തുന്നു. പക്ഷേ ഈ പരിപാടികളിൽ നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ വേറെ ഓരോരോ വൈക്കോലുണ്ടകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നവനാസ്തികതയുടെ മസ്തകം തകർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നവനാസ്തികത സംഘി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം ശ്രദ്ധ തിരിച്ചു വിടുന്ന പല്ലിസൂത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കോപ്രായങ്ങളാണ് ഇവരുടെ ഡയലോഗുകൾ. അങ്ങനെയുള്ള അവസാനം നടത്തിയ ഒരു ഡയലോഗാണ് ഒരു 6-7 മാസം മുമ്പ് നാദാപുരത്ത് വെച്ച് നടത്തിയ ഇവരുടെ ഡയലോഗ്. അതിനുശേഷം ഡയലോഗ് നടന്ന പരിപാടി എവിടെ നടന്നതായിട്ട് കണ്ടിട്ടില്ല. ആ പരിപാടിയിൽ അതിനു മുമ്പ് ഇവർ നടത്തിയ ചില പരിപാടികളിലും ഇവർ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം ലിയാഖത്ത് അലിയും ഞാനും ഒക്കെ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പലപ്പോഴും വീഡിയോകളും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ നാദാപുരം ഡയലോഗിലെ ടൈറ്റിൽ തന്നെ ഇസ്ലാം യുക്തിയുടെ മതം എന്നായിരുന്നു. യുക്തിവാദികളാണല്ലോ ഇസ്ലാമിനെതിരെ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശയപരമായിട്ട്. അപ്പോൾ ഇസ്ലാം തന്നെ ഭയങ്കര യുക്തിയുള്ള മതമാണെന്ന് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയായിരുന്നു അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ആ ഒരു വിഷയം അവിടെ ഒരാൾ അവതരിപ്പിച്ചത്. ആ അവതരണത്തിൽ നിന്ന് ഇസ്ലാം യുക്തിക്ക് നിരക്കുന്ന ആശയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 2-3 പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. ഒന്ന്, ഇസ്ലാമിലെ തൗഹീദ്, അത് യുക്തിസഹമാണ്. 2, റിസാലത്ത് എന്ന് പറയുന്ന ആശയം, അതും യുക്തിക്ക് നിരക്കുന്നതാണ്. പിന്നെ ആഹറം എന്ന് പറയുന്നൊരു സാധനം, അതില്ലാതെ യുക്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന സാധനം അവിടെ അവതരിപ്പിച്ചത്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളുമാണ് എന്ന്
ലളിതമായി സ്ഥാപിച്ചുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു. ദീർഘമായ മറുപടിയാണ് പറഞ്ഞത്. ഒരു 6-7 മണിക്കൂർ സമയം എടുത്തുകൊണ്ട് 8-10 പാർട്ടുകളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഈ ഡയലോഗിന് മറുപടി പറഞ്ഞത്. ആ മറുപടി എൻ്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകൾ അത് കണ്ടു, അതിനോട് പ്രതികരിച്ചു. പക്ഷേ ഈ ഡയലോഗുകാർ, ഈ വിസ്ഡം മുജാഹിദിൻ്റെ ആളുകൾ അവരുടെ ഒരു മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വേദിയിലൂടെയോ ഇതിനെക്കുറിച്ച്, ഇതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിനെ സ്പർശിച്ചുകൊണ്ട് ഒരു മറുപടി പറഞ്ഞതായിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ കോഴിക്കോട് നടന്ന മുർത്തദ് ഡയലോഗിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇവർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, ഇവർക്ക് നമ്മൾ പറയുന്ന വാദങ്ങളോടോ വിമർശനങ്ങളോടോ യാതൊരു മറുപടിയും ഇല്ല, മറുപടി പറയാനുള്ള പാങ്ങില്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അതിന് മറുപടി പറയാതെ, ആ പറഞ്ഞതിനോട് പ്രതികരിക്കാതെ പകരം ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കുട്ടിപ്പടയെ അവരുടെ മാളത്തിൽ നിർത്തിക്കൊണ്ട് നമ്മളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചില കോപ്രായങ്ങൾ നടത്തി. നമ്മൾ പറഞ്ഞ ആശയങ്ങളോട് മറുപടി പറയുന്നതിന് പകരം അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതിന് പകരം കുറേ നുണകൾ പറഞ്ഞുകൊണ്ട്, പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ പിള്ളേർ പണ്ട് സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നും നമ്മൾ ആ വെല്ലുവിളി ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്നൊക്കെ ഒരു പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് കോപ്രായം കളിപ്പിക്കുകയാണ് വിസ്ഡം മുജാഹിദിലെ തലമൂത്തവന്മാർ ചെയ്തത്. ആ സമയത്ത് ഇവർക്കെതിരായി ഞാൻ പറഞ്ഞ ഈ വീഡിയോകളുടെ തമ്പനെയിൽ സഹിതം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അതിനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഇന്നലെ അബ്ദുൽ മാലിക് സലഫി എന്ന് പറയുന്ന ഒരു വിസ്ഡം മുജാഹിദുകാരൻ, അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു. ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് എന്തായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്? ഞാൻ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവരെ സംവാദത്തിനൊന്നും വെല്ലുവിളിച്ചിട്ടില്ല. സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. പക്ഷേ സംവാദമല്ലാത്ത ഓപ്ഷനും ഞാൻ എൻ്റെ കുറിപ്പിലിട്ടിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ആ മറുപടി പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആശയം ചർച്ച ചെയ്യാം. ഇസ്ലാം യുക്തിക്ക് ചേരുന്ന മതമാണോ അല്ലേ എന്നുള്ള ഒരു ആശയമാണല്ലോ, ആ ആശയം നമുക്ക് ചർച്ച തുടരാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതും മാന്യമായ രീതിയിൽ പരസ്പര റെസ്പെക്റ്റോടു കൂടിയുള്ള ചർച്ച തുടരാം എന്നാണ് ഞാൻ എൻ്റെ പോസ്റ്റിൽ പറഞ്ഞത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ഒരു വീഡിയോ മതിയാവില്ല, കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ ആദ്യം ഈ പോസ്റ്റ് വായിക്കാം. എങ്ങനെയാണ് ഇവരുടെ മതത്തെ ഈ കാലത്ത് വിമർശനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. തലക്കെട്ട് ഇങ്ങനെയാണ്: ആഴക്കടലിൽ നിന്നൊരു നാസ്തികരോധനം. പരിഹാസമൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, നമ്മളും അത്യാവശ്യമൊക്കെ പരിഹസിക്കാറുണ്ട്. വിസ്ഡം ഡയലോഗുകൾ നാസ്തിക പുരോഹിതന്മാർക്ക് സൃഷ്ടിക്കുന്ന പരിക്ക് ചെറുതല്ല എന്നത് ദിനേന എന്നോണം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഭത്സനം തൊഴിലായി സ്വീകരിച്ചിരുന്ന പലരും ഇപ്പോൾ രാജിവെച്ചു. അവശേഷിക്കുന്നവർ തന്നെ മൃതപ്രായരാണ്. എന്നുവെച്ചാൽ കേരളത്തിലെ നാസ്തിക പ്രസ്ഥാനം ആകെ തകർന്ന് തരിപ്പണമായി. അതിലുണ്ടായിരുന്നവരൊക്കെ രാജിവെച്ച് പോയി, ബാക്കിയുള്ളവരൊക്കെ വയസ്സായി മരിക്കാറായി, സംഭവം ഇല്ലാണ്ടായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർ മാളത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പോലും ശരിയാണ് എന്നിപ്പോൾ മനസ്സിലായി കാണും. ഇവർ ഈ ലോകം എന്താണ് എന്ന് കാണുന്നില്ല, ഈ ലോകത്തിപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് പോലും കാണുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യ ഖണ്ഡിക തന്നെ. ഞാൻ അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പ്രസക്തമല്ല എന്നതുകൊണ്ട് വിടുന്നു. നവനാസ്തികരുടെ മസ്തകം തകർക്കുന്നതായിരുന്നു ഓരോ ഡയലോഗുകളും. മറുപടി പറയാൻ മുർത്തദ് മുന്നണിക്ക് സപ്തസമുദ്രത്തിലെ വെള്ളവും തികയുന്നില്ല. മറുപടി പറയുന്നില്ല എന്നല്ല, മറുപടി പറയാൻ നമുക്ക് മഷി തികയുന്നില്ല എന്നുള്ളതാണ് വാദം. ആർക്ക്? നമുക്കല്ല, നവനാസ്തികർക്കാണ്. നവനാസ്തികരുടെ മസ്തകാണം പോലെ ഈ ഡയലോഗിലൂടെ തകർക്കുന്നത്. ഈ നവനാസ്തികർ മാത്രമല്ലോ ഇവർക്കെതിരെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊന്നും നവനാസ്തികനല്ല, ഞാനൊന്നും നവമല്ല. ഞാനൊക്കെ ഇപ്പോൾ 70ൻ്റെ അടുത്ത് പ്രായമുള്ള ഒരാളാണ്. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് തന്നെ 1/2 നൂറ്റാണ്ടിലേറെയായി. അപ്പോൾ ഇത് എഴുതിയ ആൾക്ക് എത്ര പ്രായമുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാൾ
നമ്മുടെ ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാപ്പാൻ്റെ മുതുകിലായിരുന്ന കാലത്ത് ഞാൻ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അയാളുടെ ഒരു പ്രായം ഊഹിച്ചിട്ട് പറയുന്നതാണ്. അതല്ലെങ്കിൽ അങ്ങേരൊക്കെ വള്ളി ടൗസറിട്ട് ഓതാൻ പോയിരുന്ന കാലത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഈ പണി കഴിയുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ടല്ല, പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ പണി അന്നത്തെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ ഞാൻ വരാം, അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ എന്തിനാണ് ഈ നവനാസ്തികതയും നാസ്തികതയും കൊണ്ടുവരുന്നത്? അവിടെയാണ് ഇവരുടെ പല്ലിസൂത്രം കിടക്കുന്നത്. ഖുർആൻ ദൈവീകമല്ല, ഇസ്ലാം കാലഹരണപ്പെട്ടതാണ്, അത് ഇന്നത്തെ കാലത്ത് പറ്റിയതല്ല എന്നാണ് ഞാനൊക്കെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഖുർആൻ ക്ലാസ്സിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് മറുപടി പറയുന്നത് നാസ്തികത എന്നും പറഞ്ഞിട്ടുള്ളൊരു വൈക്കോലുണ്ടമ്മൽ തല്ലിക്കൊണ്ടാണ്. എന്നിട്ട് ആ നാസ്തികത കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നവനാസ്തികതയാക്കി വെച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ തല തല്ലിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. അതിന് കുറേ കുട്ടിപ്പടയെ ഒരുക്കി വെച്ചിട്ട് അവരെ കൊണ്ട് അതിങ്ങനെ ചെയ്യിക്കുക. ഇങ്ങനെയാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നത്. കാരണം വേറൊന്നും ചെയ്യാൻ പാങ്ങില്ല, ഈ മുതൽ അതിന് പറ്റിയതല്ല. ഇന്നത്തെ കാലത്ത് വിമർശനങ്ങൾ വന്നാൽ ആ വിമർശനങ്ങളെ ആശയപരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന മരുന്ന് ഇതിനകത്തില്ല. ഇത് അത്രയും കാലഹരണപ്പെട്ടതാണ് എന്നും ഇത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റിയ സാധനമല്ല എന്നും നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ നന്നായിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രതിരോധിച്ച് നിർത്താൻ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കുക, വേറെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന പല്ലിസൂത്രത്തിലേക്ക് ഇവർ മാറിയത്. ആ പല്ലിസൂത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. ഇവിടെ നവനാസ്തികതയുടെ മസ്തകം തകർക്കുന്ന ഡയലോഗുകൾ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നവനാസ്തികതയുടെ മസ്തകമല്ല തകർക്കേണ്ടത്, നിങ്ങളുടെ ഇസ്ലാമിനെതിരെ വരുന്ന ഇസ്ലാമിൻ്റെ മസ്തകം തകർക്കുന്ന വിമർശനങ്ങൾ നാനാഭാഗത്തുനിന്ന് കൂരമ്പുകളായിട്ട് വരുന്നുണ്ട്. അത് തടയാനുള്ള എന്തെങ്കിലും ഒരു അയൺ ഡോം കണ്ടുപിടിച്ചിട്ട് അതാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ വല്ല സാധനമുണ്ടോ? ഒരു സാധനവുമില്ല. അതങ്ങനെ വന്ന് കൊള്ളുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. മറുപടി പറയാൻ കോപ്പില്ല, പാങ്ങില്ല. ഇതിൻ്റെ പരസ്യമായ സമ്മതമാണ് ഈ കുറിപ്പടക്കമുള്ള നിങ്ങളുടെ പ്രതികരണം. ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന് വിശദീകരിച്ച് ഡയലോഗ് നടത്തിയത് ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ നടത്തുന്ന യുക്തിവാദികളെയും മതവിമർശകരെയും ഉപരോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഡയലോഗ് എന്ന് പറഞ്ഞ പരിപാടി നടത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡയലോഗ് പരിപാടി നമ്മൾ ശ്രദ്ധിച്ചത്. വേറെ നിങ്ങൾ പല പരിപാടി നടത്തുന്നുണ്ട്, അതൊന്നും നമ്മളാരും മെനക്കെട്ട് കാണാറും കേൾക്കാറില്ല. പക്ഷേ ഡയലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം യുക്തിയുടെ മതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത്. അത് ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞ ഓരോ മണ്ടത്തരങ്ങളും നമ്മൾ വിശദമായി പരിശോധിച്ച് മറുപടി പറഞ്ഞത്. അതിന് മഷിയൊക്കെ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു വരിയെങ്കിലും എടുത്തിട്ട് അതിന് മറുപടി പറയണ്ടേ? 6 മാസം കഴിഞ്ഞില്ലേ? എത്ര തവണ നമ്മൾ റിമൈൻഡ് ചെയ്തു? ഇല്ല, മറുപടിയില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തെറി പറയാനും പരിഹസിക്കാനും ഏർപ്പാടാക്കിയ കുട്ടികളുണ്ടല്ലോ മാളത്തിൽ, ആ കുട്ടികളെ മാളത്തിലിരുന്നിട്ടെങ്കിലും ഇതിനോട് പ്രതികരിക്കുന്നത് കണ്ടില്ലല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ടിങ്ങനെ വിളിച്ചു പറയുക എന്നല്ലാതെ അത് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് തന്നെയാണ്. ഇത് ഞാൻ ഇസ്ലാം വിമർശനം തുടങ്ങിയ കാലം തൊട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ അനുഭവങ്ങളുടെ ചില ചരിത്രവും ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാം. ഞാൻ നവനാസ്തികനും നവനുമല്ല. ഞാൻ ഇസ്ലാം വിമർശനം തുടങ്ങിയത് 1/2 നൂറ്റാണ്ട് മുമ്പാണ്. ഇനി ഇതിൽ തന്നെ ഇദ്ദേഹം എന്നെ ഖുർആൻ വായിക്കാൻ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുറിപ്പിൽ ഖുർആൻ ഓതാനുള്ള സാധനമല്ല എന്നും അത് വായിക്കാനുള്ള സാധനമാണ് എന്നും അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ആശയവുമാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നും അതിനു വേണ്ടിയാണ് പഠിച്ചോൻ ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നും എന്നോട് ആദ്യം പറയുന്നത് ഈ മുജാഹിദുകാരുടെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഇതിൻ്റെ തലതൊട്ടപ്പന്മാരായിരുന്ന, ഇതിനിവിടെ വിത്തിട്ട് വേര് മുളപ്പിച്ച് ഇതിവിടെ കൃഷി ചെയ്ത ആദ്യകാലത്തെ മുജാഹിദിൻ്റെ പണ്ഡിതന്മാരാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഖുർആന് ഓതാനുള്ളതല്ല, അത് അറബിയിൽ നീട്ടി വലിച്ച് ഓതാനുള്ള സാധനമല്ല, അത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്, അതിലെ ആശയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് എന്നെ ആദ്യം ആകർഷിച്ച ഒരു കാര്യം.
ഇത് തന്നെയാണ് എൻ്റെ ജീവിതം വഴി തിരിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചതും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, 70 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വഴിതിരിയലിൻ്റെ ചരിത്രം. എനിക്ക് കേരളത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം വേര് പിടിപ്പിച്ച ആദ്യകാലത്തെ പണ്ഡിതന്മാരുമായിട്ട് കുടുംബ ബന്ധമുണ്ട്. ആ കുടുംബ ബന്ധത്തിൻ്റെ സമ്പർക്കം മൂലം അതിൽപ്പെട്ട ഒരുപാട് ആളുകളെ നേരിട്ട് കുടുംബപരമായി തന്നെ പരിചയമുണ്ട്, അറിയാം. അവരുമായിട്ടൊക്കെ ആദ്യകാലത്ത് ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അവരിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നെ ഈ ഓത്തൊക്കെ നിർത്തിയിട്ട് വായിക്കാൻ പ്രേരിപ്പിച്ചത്. അവരുടെ ഉദ്ദേശം, ഞാൻ 10ാം ക്ലാസ്സൊക്കെ പാസ്സായ ഒരു കുട്ടി എന്ന നിലക്ക്, അന്ന് അങ്ങനത്തെ കുട്ടികളൊക്കെ അപൂർവമാണ് ആ കാലത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി എന്ന നിലക്ക് നമ്മളെ ഈ പാരമ്പര്യ സുന്നി കുടുംബത്തിൽ നിന്ന് നമ്മളെ ഒരു മുജാഹിദിൻ്റെ ആശാനാക്കി മാറ്റാം എന്ന പ്രതീക്ഷയോട് കൂടിയാണ് എന്നോട് പുരോഗമനപരമായ ഈ കാര്യം ആദ്യം പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. ഞാൻ ഖുർആൻ ഓതാനൊക്കെ പഠിച്ച ആളാണ്, മദ്രസയിൽ നിന്ന് ഓതിയിരുന്ന ആളാണ്, കാണാപ്പാടം കുറേ പഠിച്ചിരുന്ന ആളാണ് കുട്ടിയായിരുന്ന കാലത്ത്. അന്ന് ഓത്ത് മാത്രമേ അറിയുള്ളായിരുന്നു. അന്ന് അർത്ഥം അറിഞ്ഞിട്ടല്ല ഓതിയിരുന്നത്. അർത്ഥം അറിയണം എന്ന ഒരു കാര്യം പോലും നമുക്കറിയില്ലായിരുന്നു. ഇതിങ്ങനെ ഓതാനുള്ളൊരു സാധനമാണ്, അർത്ഥം അറിയാനുള്ള സാധനമല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതിൽ നിന്നാണ് അതല്ല, ഇത് ഓതാനുള്ളതല്ല, ഇത് അർത്ഥമറിയാനുള്ളതാണ്, അർത്ഥമറിഞ്ഞതിൻ്റെ ആശയം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, ഇത് വലിയ സംഭവമാണ്, ഇത് ദൈവം നേരിട്ട് ഇറക്കി തന്നതാണ്, കാറ്റലോഗാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥമറിഞ്ഞ് ഇത് വായിക്കാൻ പ്രേരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫീൻ്റെയൊക്കെ പഴയ തലതൊട്ടപ്പന്മാരാണ്. അതിൽപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അമ്മാവനൊക്കെ ആദ്യകാലത്ത് ഇത് വേരുപിടിപ്പിക്കാൻ നടന്നിരുന്ന വലിയ പണ്ഡിതനാണ്. അമ്മാവൻ്റെ മകൻ എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ്റെ അളിയനും ഇവരൊക്കെ നമ്മളെ കുടുംബത്തിൽ നിത്യസമ്പർക്കമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളെ കുടുംബം ഒരു സുന്നി കുടുംബമായിട്ട് നിൽക്കുന്നതിൽ ചെറിയ ഒരു അസ്വസ്ഥത. അപ്പോൾ അവരെ ആ കുടുംബത്തെ കൂടി അല്ലെങ്കിൽ നമ്മളെ കൂടി ഈ മുജാഹിദാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന എന്നെ ഖുർആൻ ഓത്ത് നിർത്തി വായിക്കാൻ നിർദ്ദേശിച്ചത്. ആ വായനയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ ഖുർആൻ ആദ്യം എടുത്ത് വായിച്ചതോടുകൂടിയാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. അവിടെ എനിക്ക് പിടികിട്ടിയ കാര്യങ്ങൾ ഇവരുടെ മുമ്പിൽ തന്നെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ? ഇത് പരസ്പര വിരുദ്ധമല്ലേ ഈ പറയുന്ന കാര്യം? ഇത് ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയ ശാസ്ത്ര സത്യങ്ങൾക്ക് വിരുദ്ധമല്ലേ ഈ പറയുന്ന കാര്യം? ഇതൊക്കെ നമ്മൾ ഇവരോട് തന്നെ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇപ്പോൾ കിട്ടുന്നത് പോലുള്ള ഉത്തരം തന്നെയായിരുന്നു. അരി എത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന ഉത്തരവും, പിന്നെ കുറേ ദ്വാരക്കലും കണ്ണീരും കെട്ടിപ്പിടിക്കലും പിശാചിനെ കുറ്റം പറയലും അള്ളാഹിനോട് ഹിദായത്ത് തിരിച്ചു കൊണ്ടുപോകല്ലേ പഠിച്ചോനേ എന്നുള്ള പ്രാർത്ഥനയും ഇതൊക്കെയായിരുന്നു കിട്ടിയ മറുപടി. അള്ളാഹുവാണ് മനുഷ്യരെ വഴിപഴപ്പിച്ച് നരകത്തിലിടുന്നത് എന്നും നരകം നിറക്കാനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതും അള്ളാഹു കാരുണ്യവാനാണ് എന്നും പറഞ്ഞ ആയത്തുകൾ ഓതിയിട്ട് ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുക എന്ന് ചോദിച്ചതിനാണ് കെട്ടിപ്പിടിച്ച് കരച്ചിലും ദ്വാരക്കലും ചെയ്ത്താന ചീത്ത പറയലൊക്കെ തുടങ്ങിയത്. അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ കുട്ടൻസ് നമുക്ക് പിടുത്തം കിട്ടിയത്. മനുഷ്യൻ്റെ സാമാന്യ യുക്തിയുമായിട്ട് ഏറ്റുമുട്ടാനുള്ള യാതൊരു പാങ്ങും ഇതിനകത്ത് എഴുതി വെച്ച മണ്ടത്തരങ്ങൾക്കില്ല എന്നും ഇത് പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പുലമ്പി വെച്ചതാണ് എന്നുള്ള തിരിച്ചറിവ് അവിടെ വെച്ച് തുടങ്ങുകയാണ്. ആ തുടക്കത്തിലുണ്ടായ സംശയങ്ങൾ ചോദിച്ചിട്ട് പോലും ഒരാൾക്കും നമ്മളുടെ സാമാന്യ യുക്തിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മറുപടിക്ക് പകരം കരച്ചിലും പിടിച്ചിലും കുറ്റം പറച്ചിലും ചെയ്ത്താന ചീത്ത പറയലും അള്ളാഹിനോട് ദുആരക്കലും ഒക്കെയാണ് മറുപടിയായിട്ട് കിട്ടിയിരുന്നത്. കൂടുതൽ ചോദിച്ചാൽ നിസ്കരിക്കാൻ നേരായി എന്ന് പറഞ്ഞിട്ട് സംസാരം നിർത്തിപ്പോവുക. ഇതായിരുന്നു അക്കാലത്തുണ്ടായിരുന്ന അനുഭവം. നന്നാക്കാൻ വേണ്ടി പലരും വന്നു, പല പണ്ഡിതന്മാരും കുടുംബക്കാരും അല്ലാത്തവരുമായിട്ടുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി വീട്ടുകാർ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈമാൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതിലെ ബേജാറുമുണ്ട്. പക്ഷേ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ വീട്ടുകാർക്ക് കൂടി ബോധ്യപ്പെട്ടു ഇതിനൊന്നും മറുപടിയില്ല എന്നുള്ളത്. അതോടുകൂടി പിന്നെ വീട്ടുകാർ നമ്മളെ വെറുതെ വിട്ടു. അതാണ് എൻ്റെ അവിശ്വാസത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യ ചരിത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ 50-55 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. 974-75 കാലത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അന്ന്
ഇതിൽ പറയുന്ന സംഖ്യയൊന്നും കേട്ടിട്ട് പോലുമില്ല, നവനാസ്തികതയൊന്നും ഇല്ല. ഈ പറയുന്ന നവനാസ്തികതയും സംഖ്യയും നിങ്ങളിപ്പോൾ ഈ ചാപ്പ കുത്തുന്ന സാധനമൊന്നും കേട്ടിട്ടും കണ്ടിട്ടുമില്ല. മാത്രമല്ല യുക്തിവാദം എന്ന് പോലും കേട്ടിട്ടില്ല ഞാനന്ന്. യുക്തിവാദി സംഘം എന്ന് കേട്ടിട്ടില്ല, നിരീശ്വരവാദം എന്ന് കേട്ടിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല. ഇതൊന്നും കേൾക്കാത്ത ഒരു കാലത്താണ് ഈ ഖുർആൻ വായിച്ചിട്ട് സംശയങ്ങളുണ്ടാവുന്നത്. ആ സംശയങ്ങൾക്ക് മറുപടി തേടിയുള്ള അന്വേഷണങ്ങളിൽ മറുപടി കിട്ടുന്നതിന് പകരം ബബ്ബയാണ് കിട്ടിയത്. ആ ബബ്ബയിലൂടെയാണ് ഇപ്പോൾ ഈ സലഫി എഴുതി വെച്ചതുപോലുള്ള ബബ്ബകളിലൂടെയാണ് എൻ്റെ വിശ്വാസം കാറ്റായിപ്പോയത്. മറുപടിയില്ല, ഒരു ഭാഗത്തുനിന്നും തൃപ്തികരമായ ഒരു മറുപടിയും ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ട് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അത് തന്നെയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത്. 5-6 മണിക്കൂർ കുത്തിയിരുന്നിട്ട് ഈ ഇസ്ലാം യുക്തിയുടെ മതമല്ല എന്നും പറഞ്ഞ് ഇത്രയും വീഡിയോ ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു മുജാഹിദ് പണ്ഡിതൻ്റെയും നാവനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ പറഞ്ഞ 6 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇദ്ദേഹം പറയുന്നത് പോലെ സമുദ്രത്തിലെ മഷി തികയില്ല എന്ന് പറഞ്ഞില്ലേ, സമുദ്രത്തിലെ മഷി തികയാതെ എഴുതിയാലും ഒരു വരി പോലും മറുപടി നിങ്ങൾ എഴുതില്ല. കാരണം മറുപടിയില്ല. ഈ മണ്ടത്തരങ്ങൾ ഏകപക്ഷീയമായി ഇങ്ങനെ വയലും പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒരാശയ വിനിമയത്തിനോ ഒരാശയ സമ്പാദനത്തിനോ ഉള്ള യാതൊരു കോപ്പും ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിലില്ല. ഇനി അടുത്ത വാചകം, നാസ്തികരുടെ ഇസ്ലാം ഭത്സനങ്ങൾ നിമിത്തം ഇസ്ലാമിക പ്രചാരണത്തിന് വേഗം വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നതാണ് സത്യം. അത് പക്ഷേ ചരിത്രത്തിലുടനീളം നാം കാണുന്നതുമാണ്. വേഗം വർദ്ധിച്ചതിൻ്റെ ഇത് വളർന്നതിൻ്റെയൊക്കെ ചരിത്രം നമ്മളിങ്ങനെ നോക്കി കണ്ടതാണ്, ലൈവായിട്ട് കണ്ട മനുഷ്യനാണ് ഞാൻ. കേരളത്തിലെ ഈ മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ഈ യുക്തിവാദിയാവുന്ന കാലത്ത് ഒരു പ്രസ്ഥാനമാണ്, ഒന്നേ ഉള്ളൂ, ഒരു കഷ്ണമേ ഉള്ളൂ. ഇപ്പോൾ അത് ഇതിൻ്റെ ചില കഷ്ണത്തിൽപ്പെട്ട നേതാക്കന്മാർ തന്നെ പരസ്യമായി പറയുന്നത് 28 കഷ്ണങ്ങളുണ്ടെന്നാണ്. 28 കഷ്ണങ്ങൾ ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അതിലേറ്റവും ചീഞ്ഞ കഷ്ണമാണ് ഈ വിസ്ഡം മുജാഹിദ് എന്ന് പറയുന്നത്. 28 കഷ്ണങ്ങളായി ചിന്ന ഭിന്നമായി പിളർന്ന മുജാഹിദ് എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഏറ്റവും ചീഞ്ഞ ഒരു കഷ്ണത്തിൻ്റെ പേരാണ് വിസ്ഡം മുജാഹിദ്. എത്രത്തോളം ചീഞ്ഞതെന്ന് വെച്ചാൽ കാന്തപുരം മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി പക്ഷത്തേക്കാൾ ചീഞ്ഞ യാഥാസ്ഥിതികത്വവും വൃത്തികേടുകളും ഒരു ഉളുപ്പുമില്ലാതെ ഈ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു നാറുന്ന കഷ്ണത്തിൻ്റെ പേരാണ് വിസ്ഡം മുജാഹിദ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ നാറുന്ന കഷ്ണത്തെ നമ്മൾ ഇന്ന് ടാർഗറ്റായിട്ടെടുത്ത്, കാരണം ബാക്കി കഷ്ണങ്ങളൊക്കെ എവിടേക്കാണ് പോണത് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. വലിയ അപകടമില്ലാത്ത ഇടം തേടിയാണ് അവരൊക്കെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സാധനം അപകടം പിടിച്ച ഒരു സാധനമാണ്. ഇത് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ അപകടമാണ്, അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന വൃത്തികേടാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ഏറ്റവും വലിയ അപകടമായി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിമർശനങ്ങളും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു വളരെ കാലം. പിന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനമായി മാറിയത്. ഇപ്പോൾ ആ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വൃത്തികെട്ട ഈ കഷ്ണത്തെ നമ്മൾ മുഖ്യ ടാർഗറ്റായി കാണുന്നത് ഒരു സാമൂഹ്യ ധാർമ്മിക ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തെ മനുഷ്യത്വത്തിലേക്ക്, മാനവികതയിലേക്ക് നയിക്കാൻ, ഇവിടെ സമാധാനം പുലർത്താൻ, ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിൽക്കാൻ ഇതുപോലുള്ള വൃത്തികെട്ട മതദർശനങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇനിയും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഇനി ഇദ്ദേഹം പറയുന്നത് റബ്ബിൻ്റെ മതത്തെ ഭത്സിക്കുന്നവൻ്റെ നാവ് കുഴയുക എന്നല്ലാതെ മതത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടുമില്ല. അവസാനം ഇത്തരം വത്സകന്മാർ സമൂഹമധ്യേ പരിഹാസ്യരാവുകയും ചെയ്യും. ആരാണ് പരിഹാസ്യരാവുന്നത് എന്നും എന്താണ് ഈ പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് എന്നും കേരളത്തിലെ ഇസ്ലാമിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മളിൽ നിന്ന് നേരിട്ടല്ല ഇവർ വിമർശനങ്ങളും ചോദ്യങ്ങളും നേരിടുന്നത്. ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത്, ഇവരുടെയൊക്കെ വീടുകൾക്കകത്ത്, ഇവരുടെയൊക്കെ കിടപ്പുമുറികൾക്കകത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇവർ പുതിയ കുട്ടികൾ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ മുമ്പിലാണ് ഇവർ പണ്ട് ഞാൻ സംശയം ചോദിച്ച പണ്ഡിതന്മാർ ബബ്ബ അടിച്ചതുപോലെ ഇപ്പോൾ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് ഇസ്ലാമിനെ ഒരു പരുവത്തിൽ ആക്കിയിട്ടുമുണ്ട് എന്ന്. അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമുക്കും കുറേശ്ശെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിത്യവും നമുക്ക് പല രീതിയിലും ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ മത നേതാക്കന്മാരുടെയും വീടുകളിൽ അവരുടെ മക്കളും പേരമക്കളും ഉൾപ്പെടെയുള്ള കുട്ടികൾ ഈ മത നേതാക്കന്മാരെ പരിഹസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മതത്തെ പരിഹസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മതം എന്ന് പറയുന്നത് എന്തോ ഒരു അശ്ലീലമാണ് എന്ന് പുതിയ തലമുറ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപകർഷത പേറുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വൃത്തികേടുകളുമായിട്ട് ഇങ്ങനെ കുറച്ചെണ്ണം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരാണ് പരിഹാസ്യമാകാൻ പോകുന്നത്, എന്താണ് ഇവിടെ പരിഹാസ്യമായി ചളിക്കുണ്ടിൽ വീഴാൻ പോകുന്നത് എന്നൊക്കെ ഏതാണ്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. കേരളത്തിലെ നാസ്തികരുടെ കാര്യം മാത്രം എടുത്താൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. കേരളത്തിലെ ഇസ്ലാമിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും കാര്യം എടുത്താൽ തന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വ്യക്തമാകും. അവരുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന്, അവരുടെയൊക്കെ പള്ളികൾക്കകത്ത് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് പരിശോധിച്ചാൽ തന്നെ ഞാൻ ഈ പറഞ്ഞത് വ്യക്തമാകും. പല്ല് തേഞ്ഞവരും കൊഴിഞ്ഞവരും ഗതികെട്ടിപ്പോൾ സംഘികളുടെ ആലയിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ഇസ്ലാമും ഇസ്ലാഹിയും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പല്ല് തേഞ്ഞവരും കൊഴിഞ്ഞവരും ഒന്നും അല്ല ഇന്നിപ്പോൾ ഈ പ്രസ്ഥാനങ്ങളിലേക്കൊന്നും കടന്നു വരുന്നവർ. പല്ല് തേഞ്ഞവരും കൊഴിഞ്ഞവരും ഒക്കെ സുഖമായിട്ടിരുന്ന് വിശ്രമിക്കുകയാണെന്ന്. എന്നെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ശരിയാണ്, ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് വിശ്രമിക്കുക. കാരണം ഈ സമൂഹത്തിൽ അവരൊന്നും ആവശ്യമില്ലാത്ത വിധം പുതിയ തലമുറയിൽ നിന്ന് ഈ ആശയങ്ങൾ ഏറ്റെടുത്ത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പതിനായിരക്കണക്കിന് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും യുക്തിവാദികളുടെ, സ്വതന്ത്ര ചിന്തകരുടെ, നിങ്ങളീ പറയുന്ന നവനാസ്തികരുടെയൊക്കെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റോറിയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് വരുന്ന ആളുകളെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 75% മുകളിലും ഈ കൗമിൽപ്പെട്ട കുട്ടികളാണ്, ഇസ്ലാമിൻ്റെ കൗമിൽ വന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്കൊക്കെ കടന്നു വരുന്ന കാലത്തുള്ള അവസ്ഥ എന്താണെന്നറിയോ? കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടായിട്ട് 100 കൊല്ലത്തിലേറെയായി. കേരളത്തിൽ യുക്തിവാദ ആശയങ്ങൾ തത്വചിന്താപരമായി ചർച്ച ചെയ്തു തുടങ്ങിയിട്ടും നൂറ്റാണ്ട് കഴിഞ്ഞു പോയി. ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതുന്ന കാലം തൊട്ട് ഇവിടെ യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ തന്നെ ഇവിടെ യുക്തിവാദവും നിരീശ്വരവാദവും ആരംഭിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിലെ യുക്തിവാദത്തിൻ്റെ ചരിത്രം. പക്ഷേ ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഈ കളിയാക്കുന്ന മുർത്തദ്ദുകൾ കടന്നു വരുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തി നോക്കാൻ തുടങ്ങുന്ന കാലത്ത് കേരളത്തിൽ ആകെ 2 പേരാണ് ഇസ്ലാം പഠിച്ചിട്ട് ഇസ്ലാം പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വന്ന് യുക്തിവാദി സംഘവുമായിട്ടൊക്കെ ഇങ്ങനെ ചെറുതായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവർ 2 പേര്. കോഴിക്കോട്ട് നിന്നുള്ള ചെറുവണ്ണൂരിൽ നിന്നൊരു ഡോക്ടർ ഇ വി ഉസ്മാൻ കോയയും കാപ്പാടുള്ള ഒരു അറബി അധ്യാപകനായ അബ്ദുൽ അലി. ഈ 2 പേരാണ് അന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് എത്തി നോക്കിയ 2 പേര്. കേരളത്തിൽ മൊത്തം വേറെ ആരും ഉണ്ടായിരുന്നില്ല. 3ാമത്തെ ആളായിട്ടാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ചെറിയ സൗഹൃദ കൂട്ടായ്മയായിട്ട് രൂപപ്പെടുന്നത്. അതാണ് കേരളത്തിലെ മുർത്തദ്ദുകളുടെ പ്രസ്ഥാനം, അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മേപ്പയ്യൂരിൽ നിന്ന് ഒരു അബ്ദുള്ള വന്നു, ആനക്കയത്തു നിന്നൊരു സെയ്ദ് മുഹമ്മദ് വന്നു. അങ്ങനെ കുറച്ച് പേരും കൂടെ വന്നിട്ട് ഞങ്ങളൊരു 4-5 പേരുള്ള ഒരു ചെറിയ കൂട്ടമായി. പതിറ്റാണ്ടുകളോളം കേരളത്തിലെ ഇസ്ലാം വിരുദ്ധ യുക്തിവാദത്തിൻ്റെ മുൻപന്തിയിൽ ഞങ്ങൾ ഈ 4-5 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നെന്താ സ്ഥിതി എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞത് എന്താണ്? നമ്മളൊക്കെ ആകെ തുന്നം പാടിപ്പോയി, ഹിമാലയത്തോളം വളർന്ന് നിങ്ങളങ്ങ് പന്തലിച്ചു, നമ്മളാകെ തകർന്നു പോയി എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇന്നെന്താ സ്ഥിതി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല. തങ്ങൾക്ക് ജീവനുണ്ട് എന്നറിയിക്കാൻ ഇപ്പോൾ ചിലർ ആഴക്കടലിനടിയിൽ നിന്ന് സക്രാത്തിൻ്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. വളരെ ശരിയാണ്, അതുതന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇസ്ലാമിൻ്റെയും പ്രത്യേകിച്ച് നിങ്ങൾ വിസ്ഡം മുജാഹിദിൻ്റെ ചില മുക്രയിടലുകളല്ലാതെ ഇന്ന് ഇസ്ലാമിക പ്രചാരണ രംഗത്ത് ഒച്ചപ്പാടൊന്നും അധികമില്ല. അവനാൻ്റെ കാര്യം നോക്കാനും അവനാൻ്റെ കാര്യം പിടിച്ചു നിർത്താനും ഉള്ള ആൾക്കാരെ പിടിച്ചു നിർത്താനും വേണ്ടിയുള്ള താത്രപ്പാടുകളും പരക്കം പാച്ചിലും മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ വേക്കിട്ട് കയറിയിട്ട് ഇസ്ലാം വളർത്തുന്ന ഏർപ്പാടൊക്കെ കേരളത്തിൽ നിർത്തേണ്ടി വന്നു. വെള്ളം കുടിച്ച് സമുദ്രത്തിൻ്റെ ഇരുട്ടിലെത്തിയ ഒരു നാസ്തികൻ്റെ
സംവാദ വെല്ലുവിളിയുടെ രോദനം കേട്ടപ്പോൾ ശരിക്കും സഹതാപമാണ് തോന്നിയത്. വിസ്ഡം പണ്ഡിതരുമായി ഇയാൾ സംവാദത്തിന് റെഡിയാണത്രേ. നാസ്തികർ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ വിസ്ഡം മുജാഹിദിൻ്റെ പണ്ഡിതന്മാർക്ക് അതിന് പാങ്ങില്ല മക്കളെ എന്നതിൻ്റെ ഒരു പരിഹാസ്യമായ ഭാഷയാണ് ഈ കേട്ടത്. വിസ്ഡം മുജാഹിദിൻ്റെ പണ്ഡിതന്മാരാരും നമ്മളോട് സംവദിക്കാനുള്ള പാങ്ങുള്ളവരല്ല. വേണ്ട കൂട്ടരെ നിങ്ങൾ നേരിട്ട് സ്റ്റേജിൽ വന്ന് സംവദിക്കേണ്ട. ഞാൻ അതൊന്നും അല്ല എൻ്റെ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടത്. നേരിട്ട് സംവാദത്തിനൊന്നും നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളൊരു മറുപടി എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ മാളത്തിലിരുന്നിട്ട് ഒരു മറുപടി പറയുമോ? നിങ്ങൾ ഇരിക്കുന്ന മാളത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിലോ ഞാൻ ഈ 5-8 വീഡിയോകളിലൂടെയായി നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. ആ മറുപടിയോടൊന്ന് പ്രതികരിക്കും നിങ്ങൾ. അത്രേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഞാൻ ആൾ പോരാത്തതുകൊണ്ടാണോ? ഞാൻ ആൾ പോരെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് പറയണ്ടെന്ന്, നിങ്ങൾ എനിക്ക് മറുപടി പറയണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. ആളെ നോക്കണ്ട നിങ്ങൾ. ആളല്ലല്ലോ പ്രധാനം. ഞാൻ ആളുകളെ വ്യക്തിപരമായിട്ടല്ലല്ലോ ഈ ആശയങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അവിടെ പ്രസംഗിച്ച വ്യക്തികളുടെ ശാരീരിക പ്രകൃതിയെക്കുറിച്ചല്ലല്ലോ ഞാൻ അവിടെ സംസാരിച്ചത്. നിങ്ങളവിടെ പറഞ്ഞ ആശയങ്ങളോടാണ് ഞാൻ പ്രതികരിച്ചത്. ആ പറഞ്ഞ ആശയങ്ങൾ മണ്ടത്തരമാണെന്നാണ് പറഞ്ഞത്. ആ മണ്ടത്തരങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. അത് മണ്ടത്തരങ്ങളല്ല എന്ന് സ്ഥാപിക്കാൻ മറുപടി പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കുട്ടികൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്, ആ വിശ്വാസി കൂട്ടത്തെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കളിക്കുന്ന കപട നാടകങ്ങൾ മുഴുവൻ, ഈ മാളത്തിലിരുന്ന് കളിക്കുന്ന കപട നാടകങ്ങൾ കളിക്കുന്നത്. അതിന് നിങ്ങൾ കുട്ടികളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഞാൻ അതാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എന്നെ വന്നങ്ങ് നേരിട്ട് വ്യക്തി എന്നുള്ള ആൾക്ക് എന്നോട് സംവാദത്തിന് വന്നിട്ട് എന്നെ തോൽപ്പിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതിന് മറുപടി പറയുമെന്നാണ് പറഞ്ഞത്. ഇത് പണ്ടൊരു കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചങ്കിൽ കയറിട്ട് കുരുക്കിയിട്ട് വനങ്ങട്ട് കൊണ്ടുപോവാ വേദിയിലേക്ക് സംവാദത്തിന് എന്ന് പറഞ്ഞിട്ട് സംവാദത്തിലേക്ക് എത്തിച്ചത്. ആ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്ന കാലത്ത് ഖുർആനിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ തെളിയിക്കൂ എന്ന് പറഞ്ഞതിനാണ് അന്ന് ഞാൻ സംവാദത്തിന് വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ട് ആ പുകിൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് സംവാദമൊന്നും വേണ്ട. ഇനി അടുത്തത്, ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്നും ടിയാൻ തട്ടിവിടുന്നുണ്ട്. ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചു തുടങ്ങിയത്. ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതകാലത്ത്. ഞാൻ ഈ ഒരു ഖുർആൻ വായിച്ച് എൻ്റെ ഈ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി എൻ്റെ ബാക്കിയുള്ള വായനകളെല്ലാം നിർത്തിവെച്ചിട്ട് ഇതുമ്മ കെട്ടിമറി തന്നെയാണ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഖുർആനും ഹദീസും അതിൻ്റെ തഫ്സീറുകളും അതിനെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് അത് പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ജീവിതത്തിന് ഞാൻ ലക്ഷ്യമായി കണ്ടത് അത് തന്നെയാണ്. ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 360 ഖുർആൻ ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വരി എടുത്തിട്ട് നിങ്ങളിതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ കാര്യം? പറയാൻ കോപ്പില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. സാമാന്യ യുക്തിയുടെ മുമ്പിൽ നിങ്ങളുടെ ഖുർആനിലെ ഒരു വരിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറുപടി പറയാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ തമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പല്ലിസൂത്രം പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വൈക്കോലുണ്ടയും കൊണ്ടുവരുന്നത്. ഞാൻ നാസ്തികതയും നവനാസ്തികതയും ഒന്നുമല്ല കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ചർച്ച ചെയ്തത്. ഞാൻ ചർച്ച ചെയ്തത് ഖുർആനാണ്. അത് പടച്ചോൻ്റെ പുസ്തകം അല്ല എന്നാണ് ചർച്ച ചെയ്തത്. അത് മനുഷ്യനെ എഴുതിയതാണ്. അത് വിവരക്കേടാണ്, വിഡ്ഢിത്തമാണ്, വൈരുദ്ധ്യമാണ്, അത് കാലഹരണപ്പെട്ടതാണ്. ഇതാണ് 50 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വരികളും എടുത്തിട്ട്. പണ്ടൊക്കെ നമ്മൾ എവിടുന്നെങ്കിലും ഒരു വരി ഉദ്ധരിച്ച് പറഞ്ഞാൽ നിങ്ങളത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി പറഞ്ഞു എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. അത് കാരണമാണ് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തേണ്ട മുഴുവൻ അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ പഠന പരമ്പര തന്നെയാണ് തുടങ്ങിയത്. ഒരു വരിയും വിട്ടുപോകാതെ മുഴുവൻ വരികളുമാണ് അധ്യായങ്ങളായിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്ലാസ്സും ഓരോ യുക്തിവാദ ക്ലാസ്സാണ്. ഓരോ ക്ലാസ്സും ഓരോ യുക്തിവാദ പ്രഭാഷണങ്ങളാണ്. നിങ്ങൾക്ക് 1-2 കേട്ടു നോക്കി. കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയും. എന്താ നിങ്ങൾ കേൾക്കാനും മറുപടി പറയാനും വരാത്തത്? ഇതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ടേ, വേറെ ആൾക്കാർ. ഈ കേൾക്കുന്നവരാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കുന്നതേ. ഈ കേൾക്കുന്നവർ അവർ മറ്റു പലരോടും ചോദ്യം ചോദിക്കും. ആ ചോദ്യം അങ്ങനെ പകർന്ന് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈ പെരിച്ചായി ഗണിയിൽ കുടുങ്ങിയമാതിരി കിടന്ന് ഈ പരക്കം പായുന്നത്. അതിൻ്റെ ആക്രോശങ്ങളാണ് നിങ്ങൾ ഈ നടത്തുന്നത്. നിങ്ങളുടെ ഭാഷയൊക്കെ എങ്ങനെ ആവുന്നത് അതുകൊണ്ടാണ്.
ഞാൻ തീരെ പഠിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംവാദത്തിന് വന്നൂടെ? ഖുർആൻ്റെ ദൈവികത ചർച്ച ചെയ്യാൻ എന്താ നിങ്ങൾ വരാത്തത്? ഞാൻ വിവരമില്ലാത്തവനാണെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്താൻ നല്ല അവസരമല്ലേ നമുക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സൗഹാർദ്ദപരമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. എൻ്റെ വിവരക്കേട് നിങ്ങൾക്ക് തുറന്നു കാണിക്കാമല്ലോ. നിങ്ങൾ എനിക്ക് അറബി അറിയില്ല എന്നുള്ള വിവരക്കേട് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയ്യൂബിനെയും കൊണ്ട് സംവാദത്തിന് വന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങളെ രണ്ടാളുടെ കള്ളത്തരാണ്ട് പൊളിച്ചു. നാട്ടുകാരണ്ട് അറിഞ്ഞു. എം അക്ബർ അറബി പഠിച്ചിട്ടില്ല, സാക്കിർ നായിക്ക് അറബി പഠിച്ചിട്ടില്ല. ഓല തൊള്ളോണ്ട് പറയുന്നത് അവിടെയാണ് കേൾപ്പിച്ചോടുകൂടിയാണ് നാട്ടുകാരത് അറിഞ്ഞത്. അതുവരെ അത് അധികം ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എനിക്ക് അറബി അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംവാദത്തിന് വന്നത്. ഈ സാക്കിർ നായിക്കിന് ഈ എം അക്ബറിനെയൊക്കെ വെച്ചിട്ടായിരുന്നു നിങ്ങളിവിടെ കച്ചവടം ചെയ്തിരുന്നത് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം കച്ചവടം ചെയ്യുന്നവർക്ക് അറബി അറിയേണ്ട കാര്യമില്ല അല്ലേ? ഈ അറബി അറിയാ കേസ് എന്ന് തുടങ്ങിയതാണെന്നറിയോ? എൻ്റെ അടുത്ത് ഇത് ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയ കാലത്ത് നിങ്ങളെ തലതൊട്ടപ്പന്മാരിൽ നിന്ന് ആദ്യം വന്നിട്ടുള്ള മറുപടികളാണത്. കെ ഉമ്മർ മൗലവിക്ക് നേരിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ്. നമ്മളെ കുടുംബ സുഹൃത്താണ്. അമ്മാവൻ്റെ വളരെ അടുത്ത ആത്മസുഹൃത്തായിരുന്നു. ആ നിലയ്ക്ക് ബന്ധമുണ്ട്. ഈ ഉമ്മർ മൗലവി എനിക്ക് ഒരു 30 കൊല്ലം മുമ്പാണ് ഉമ്മർ മൗലവി എനിക്ക് ഒരു പോസ്റ്റ് കാർഡിൽ ഒരു കത്തയച്ചു അറബിയിൽ. എന്തിനാണ് അറിയാം? എനിക്ക് അറബി അറിയില്ല എന്നുള്ളത് മൂപ്പർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അറബി അറിയാത്ത ആൾ ഖുർആനെ കുറിച്ച് പറയാനോ അർഹരല്ല എന്നാണ് മൂപ്പർ അതിലെഴുതി വെച്ചിരുന്നത്. ഞാനതിന് മറുപടി അയക്കുമ്പോൾ മൂപ്പരുടെ ചില ലേഖനങ്ങളിലും മറ്റും ബൈബിളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതി വെച്ച ചില കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ട് ബൈബിളിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത്, നിങ്ങൾ ഹീബ്രു പഠിച്ചിട്ടുണ്ടോ എന്ന് ഹീബ്രു ഭാഷയിൽ ഒരു മറുപടി കൊണ്ട് അയച്ചു. അതിന് ശേഷം എൻ്റെ മേക്കിട്ട് കയറാൻ പിന്നെ ഉമ്മർ മൗലവി വന്നിട്ടില്ല. ഇതൊക്കെ 10-30 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് ഈ പരിപാടി. അറബി അറിയില്ല എന്നും പറഞ്ഞിട്ട്. അറബി അറിഞ്ഞ് അറബിയിൽ ഓതലല്ല, അത് മലയാളത്തിൽ വായിച്ച് ആശയം ഗ്രഹിക്കുകയാണ് വേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ഉമ്മർ മൗലവിയും കൂട്ടരുമാണ്. അതേ ഉമ്മർ മൗലവി കൂട്ടരുമാണ് പിന്നെ എനിക്ക് അറബി അറിയില്ല എന്നുള്ള വാദം കൊണ്ടിട്ട് എന്നെ എതിർക്കാൻ വന്നത്. ഖുർആൻ ഓതാനുള്ളതല്ല വായിക്കാനുള്ളതാണ് എന്ന് എന്നോട് ആദ്യം ഉപദേശിച്ചത്, അതാണ് എൻ്റെ തലയിൽ ആദ്യം കയറുന്ന യുക്തി. ആദ്യം ഉപദേശിച്ചത് ഈ മുജാഹിദിൻ്റെ പണ്ഡിതന്മാരാണ്. ഉമ്മർ മൗലവിയും എൻ്റെ അമ്മാവനായ ഇസാഖ് മൗലവിയും ഇവരൊക്കെയാണ് ഖുർആൻ പോയി വായിക്കുക, അതിലുള്ള പഠിക്കുക, അതിലുള്ള ആശയം പഠിക്കുക, ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല എന്ന് എന്നോട് ഓതി തന്നത്. അതനുസരിച്ചാണ് ഞാൻ ഖുർആൻ മലയാളത്തിൽ വായിക്കാൻ തുടങ്ങിയത്. അന്ന് ഇന്നത്തെ പോലെ തഫ്സീറുകളൊന്നുമില്ല മലയാളത്തിൽ. അമാനി മൗലവിയുടെ തഫ്സീറൊന്നും നിങ്ങൾ ഇറക്കിയിട്ടില്ല അന്ന് ആകെക്കൂടെ ഉള്ളത് CN അഹമ്മദ് മൗലവിയുടെ ഒരു മലയാള പരിഭാഷയും മുട്ടാണിശ്ശേരി കോയക്കുട്ടിയുടെ ഒരു മലയാള പരിഭാഷയും പിന്നെ ഈ ഉമ്മർ മൗലവി ആദ്യം അറബി മലയാളത്തിലും പിന്നെ മകൻ അത് മലയാളത്തിലും ആക്കി പ്രസിദ്ധീകരിച്ച ഒരു തല്ലിപ്പൊളി പരിഭാഷയും. ഇതാണെന്ന് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അത് മൂന്നും ഞാൻ എടുത്ത് വായിച്ചു. അത് വായിച്ചിട്ട് സംശയം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഖുർആൻ മാത്രം വായിച്ചിട്ട് കാര്യമില്ല, തഫ്സീറും വായിക്കണം എന്നാണ്. എവിടെ തഫ്സീർ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ മുജാഹിദ് സെൻറ്ററിൽ നിന്ന് പ്രീ പബ്ലിക്കേഷനിൽ ഇറക്കിയ അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ 1ാം വോളിയം പ്രീ പബ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് മുജാഹിദ് സെൻറ്ററിൽ പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ ആദ്യം പോയി നേരിട്ട് വാങ്ങിക്കൊണ്ടെന്നു ഞാൻ. അതിൻ്റെ 4 വോളിയം പിന്നീട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഓരോന്നും അതാത് ഡേറ്റിന് തന്നെ പോയി വാങ്ങിക്കൊണ്ടെന്നു, പൈസ നേരത്തെ കൊടുത്തിട്ട്. അങ്ങനെയാണ് ഞാൻ ഖുർആൻ പഠിച്ചു തുടങ്ങിയത്. അമാനി മൗലവിയുടെ തഫ്സീർ നിങ്ങൾ അച്ചടിച്ച് പുറത്തിറക്കിയതിൻ്റെ പിറ്റേ ദിവസം മുജാഹിദ് സെൻറ്ററിൽ പോയി വാങ്ങിക്കൊണ്ടെന്ന് അതിൻ്റെ ഓരോ വോളിയം ഇറങ്ങുമ്പോൾ ആ വോളിയം ഇറങ്ങി അന്ന് തന്നെ പോയി വാങ്ങിക്കൊണ്ടെന്ന് ആർത്തിയോടെ വായിച്ച് തീർത്ത മനുഷ്യനാണ് ഞാൻ. അതാണ് ആദ്യത്തെ തഫ്സീർ ഞാൻ പഠിച്ചത്. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ഖുർആൻ പഠനം. പിന്നെ കിട്ടാവുന്ന തഫ്സീറുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ തഫ്സീറുകളുണ്ട് മലയാളത്തിൽ. കൂറ്റനാട് പിന്നൊന്ന് ഇറക്കി, അത് നോക്കുമ്പോൾ അമാനി മൗലവീനെ ഈച്ച കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് സുന്നികളെ കുറ്റം പറയുന്ന ചില ഭാഗത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഈച്ച കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ്. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അത് വായിച്ചിട്ട്. പിന്നെയാണ് മൗദൂദിയുടെ തഫ്സീർ കൊണ്ടുവന്നത്. പിന്നെ റാസിയുടെ തഫ്സീർ കിട്ടി, അത് വായിച്ച്. മലയാളത്തിൽ നിങ്ങൾ ഇറക്കിയിട്ടുള്ള എല്ലാ തഫ്സീറുകളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്, അത് ഇറങ്ങിയ കാലം തൊട്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് വന്നപ്പോഴാണ് ബാക്കിയുള്ള തഫ്സീറുകളൊക്കെ ഇംഗ്ലീഷിലും മറ്റും വായിക്കാൻ അവസരം കിട്ടുന്നത്. എനിക്ക് അറബി അറിയില്ല. അതിപ്പോൾ സാക്കിർ നായിക്ക് ഇതിനും എം അക്ബറിനും അറബി അറിയില്ല എന്ന് പറയാമെങ്കിൽ പിന്നെ എനിക്ക് അറബി അറിയില്ല എന്ന് പറയുന്നതിന് വലിയ നാണക്കേടൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് വരെ അറബി പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, പിന്നെ 7ാം ക്ലാസ് വരെ മദ്രസയിലും പഠിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് അറബി അറിയുള്ളൂ. അതുകൊണ്ടൊന്നും അറബി സാഹിത്യം വായിച്ചിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല.
അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഗ്രന്ഥം തെറ്റുകൂടാതെ അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് മുഴുവൻ വായിക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കിയിട്ട് പോരെ പണ്ഡിതന്മാരുമായി സമ്പാദിക്കാൻ ഒരു പൂതി പറയൽ. ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഈ ഖുർആൻ അതിൻ്റെ മൂലഭാഷയിൽ ഓതിപ്പാടാനുള്ള സാധനമല്ല. അത് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് വായിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനുള്ളതാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടുന്നാണ് എൻ്റെ ഖുർആൻ വായന തുടങ്ങുന്നത്, ഓത്തു നിർത്തിയിട്ട്. ആ വായനയിൽ നിന്നാണ് എൻ്റെ വിശ്വാസം കാറ്റായി പോകുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തുന്നത്. എന്നിട്ട് എന്നോടാണ് നിങ്ങൾ ഈ മൂലഭാഷയിൽ ഓതാൻ പറയുന്നത്. ഓതാനുള്ളതല്ല ഖുർആൻ, അത് വായിക്കാനുള്ളതാണ്. ആ വിവരം ഖുർആൻ ഇറക്കിയ പടച്ചോനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ മൂലക്കൽ പോയിട്ട് അറബി ഭാഷയിൽ ഈ സാധനം ഇറക്കിയിട്ട് ലോകത്തെല്ലാവർക്കും ഇതാണെന്ന് മണ്ടത്തരം പറഞ്ഞത്. അതാണ് അയ്യൂബിൻ്റെ സംവാദത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങളോട്. ഒരു പടച്ചോൻ ഇറക്കിയതാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഇറക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഇറക്കും. തലക്ക് വെളിവുള്ള പടച്ചോനാണെങ്കിൽ. അതല്ലാതെ അറേബ്യയിലെ അന്ന് അക്ഷരം എഴുതാൻ പോലും പറ്റാത്ത ഭാഷയാണ് അറബി. അതിൻ്റെ കോലാണ് ഇപ്പോൾ 10-30 ഖുർആൻ ലോകത്തുണ്ടായത്. ലിപിയില്ലാത്ത ഭാഷയാണ്. ഒരു ഉടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാ എന്ന് എഴുതിയാൽ അത് ബാ ആണോ നായാണോ തായാണോ സായാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഈ ബോഡി മാത്രമുള്ള ലിപിയാണ് ഈ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറേബ്യയിലുള്ളത്. പിന്നെ 2 ഘട്ടത്തിലൂടെയാണ് അത് ഇന്നത്തെ കുത്തും പുള്ളിയുള്ള സ്വരചിഹ്നങ്ങളുള്ള അറബി ലിപിയായി മാറിയത്. കുത്തും പുള്ളിയില്ലാത്ത സ്വരചിഹ്നങ്ങളില്ലാത്ത ബോഡി മാത്രം എഴുതിയ ഖുർആൻ ലിബിയയിലേക്കും മറ്റേ മൊറോക്കോയിലേക്കൊക്കെ കൊടുത്തയച്ചതുകൊണ്ടാണ് അവിടെ ഇബാദയായത്, മിസ്കീന് മസാക്കീനായത്. അങ്ങനെയാണ് ഖുർആൻ പലതായി മാറിയത്. അള്ളാഹ് സംരക്ഷിച്ച ഖുർആന് കീടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ലിപി പോലും ഇല്ലാത്ത ഒരു ഭാഷയിൽ തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു പടച്ചോൻ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കിതാബ് കൊടുത്തേക്കോ? അത്രയും വിവരമില്ലാത്തവനാണ് ഈ പടച്ചോൻ. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരാശയം പറഞ്ഞ് കൊടുത്തയക്കാൻ ഈ പടച്ചോൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ കൊടുത്തയക്കാൻ എന്താ ഈ പടച്ചോന് കഴിയില്ലേ? പിന്നെ എന്ത് പടച്ചോൻ അയാൾ? ഓതാൻ അറിയില്ല പോലും. ഓതാനുള്ളതല്ല ചങ്ങാതി ഈ ഖുർആൻ. അത് വായിച്ച ആശയം മനസ്സിലാക്കാനുള്ളതാണ്. ഇത് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരെ എന്നെ പഠിപ്പിച്ച ആശയമാണ്. അവിടുന്നൊക്കെ പോയി നിങ്ങൾ പഴയ സുന്നി മൂല്യന്മാരുടെ അപ്പുറത്തേക്ക് അതപ്പതിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. നീട്ടി വലിച്ച് ഓതാനുള്ളതാണ് ഖുർആൻ എന്നിടത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചീഞ്ഞ കഷ്ണം എത്തി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണവും. ഇത് ഓതാനുള്ളതല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വേര് പിടിപ്പിച്ചത് അന്നത്തെ ആൾക്കാർ. ഇതൊക്കെയാണ് ചരിത്രം. അപ്പോൾ പണ്ഡിതന്മാരുമായിട്ട് സംവദിക്കാൻ ഞാൻ പൂതി വെച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. പണ്ഡിതന്മാർക്ക് നമ്മളോടൊന്നും സംവദിക്കാൻ പറ്റൂല, നമുക്ക് കുഫു വെക്കൂല. അവർക്ക് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ മറുപടി സോഷ്യൽ മീഡിയയിലൂടെ എഴുത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പറയേ. അത് കേട്ടിട്ട് ഞാൻ മറുപടി പറയാം. അങ്ങനെ ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് മുമ്പ് ക്ഷണിച്ചപ്പോഴാണല്ലോ നിങ്ങൾ അത് പറ്റൂല സ്റ്റേജിലേക്ക് കയറിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സംവാദം ഉണ്ടാക്കിച്ചത്. അന്ന് ഞാൻ പറഞ്ഞതാണ് ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിലൊന്നും വരണ്ട, നിങ്ങളാണ്ട് പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് കണ്ട് എഴുതിയാൽ പോരെ, നിങ്ങൾക്ക് യൂട്യൂബിലാണ്ട് പറഞ്ഞാൽ പോരെ എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ഞാൻ ഇസ്ലാം, ഖുർആൻ, ഹദീസ് ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അത് പഠിച്ച മൂല്യന്മാരായിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉള്ളത്. മനുഷ്യൻ്റെ സാമാന്യ യുക്തി വെച്ചിട്ടാണല്ലോ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ആ സാമാന്യ യുക്തിക്ക് മുമ്പിൽ ഈ പറഞ്ഞത് നിങ്ങൾക്ക് സ്ഥാപിക്കാനുള്ള ആത്മവിശ്വാസം, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൂടാ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, അത് നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ചോദിച്ചു തുടങ്ങിയ കാര്യമാണ്. ആ കുട്ടികൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരില്ലേ? അതിനാണ് ഞാൻ വിളിക്കുന്നത്, അതിനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. സ്റ്റേജിൽ വരാൻ നിങ്ങൾക്ക് പാങ്ങില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. സ്റ്റേജിൽ വന്നില്ലെങ്കിലും അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് ഒരു കുറിപ്പ് എഴുതിയിടാൻ പോലും നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ മാലിക് സലഫി ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്ന വിടുവായത്തങ്ങൾ. ഇതിന് പകരം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിമർശനത്തിന് മറുപടിയായിട്ട് ഒരു കുറിപ്പ് എഴുതാൻ എന്തേ കഴിയാതിരുന്നത്? അതിന് കാരണമാണ് വ്യക്തിപരമായിട്ട് ഞാൻ അതിനൊന്നും യോഗ്യനായിട്ടില്ല എന്നത്.